കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത് മുൻ ധനമന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന്റെ വോട്ട് മാറ്റിയതിനു ശേഷമുള്ള ആദ്യ വോട്ട് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ളൊരു ഷിഫ്റ്റ്? ഞാനും പ്രതീക്ഷിച്ചത് ഇത്തവണയും വോട്ട് ആലപ്പുഴയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതായിരുന്നു. ആലപ്പുഴ കാലത്തെ കുറച്ചുകൂടി നീണ്ട ക്യൂ ഉണ്ടാവും. പക്ഷേ സ്റ്റഡി വോട്ടിംഗ്, പിന്നെ ഗ്രാമത്തേക്കാൾ കൂടുതൽ വേഗതയിൽ കോർപ്പറേഷൻ വോട്ട് നടക്കുമല്ലോ. ഒരു വോട്ടല്ലേ ഉള്ളൂ, അവിടെ 3 ചെയ്യണ്ടേ. അപ്പോൾ ഓരോ വോട്ടിനും കൂടുതൽ സമയമെടുക്കും. അത് വേഗത്തിൽ നടക്കുന്നു. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തേക്ക് വോട്ട് മാറ്റിയതിനു ശേഷം ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നു, ഇവിടുത്തെ വോട്ടറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ ഈ ഒരു പോരാട്ടത്തെ പ്രധാനമായും വിലയിരുത്തുന്നത്? LDF നല്ല വിജയം കൈവരിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലുടനീളം. അതിൻ്റെ ലളിതമായ യുക്തി ഞാൻ പറയാം. നമ്മുടെ വോട്ടർമാരുടെ 90% ഒന്നുകിൽ പാവപ്പെട്ടവർ, സാധാരണക്കാർ, അല്ലെങ്കിൽ ഇടത്തരക്കാർ. അതിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ളൊരു കാലമില്ല. അത് ഇലക്ഷൻ ക്യാമ്പയിന് പോകുമ്പോൾ വളരെ വ്യക്തമാണ്. ഇനി അപ്പുറത്ത് നിൽക്കുന്ന സാധാരണക്കാരാണെങ്കിലും പറയും പെൻഷൻ കിട്ടി, 1000 രൂപ വീട്ടിലെ സ്ത്രീകൾക്ക് ഇനി കിട്ടും എന്നൊക്കെ അവർ പറയും. ഇതല്ല ലോക്സഭ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി. അന്ന് താരം ആരായിരുന്നു മറിയിച്ചെടുത്തിയല്ലേ. ഇന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും ക്യാരക്ടറെ കാണാൻ പറ്റുമോ? ഇതാ വ്യത്യാസം. രണ്ടാമത്തത് ഇടത്തരക്കാരാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ്. UDF കണ്ടസ്റ്റ് പോലും ചെയ്യുന്നില്ല പാവപ്പെട്ടവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയെന്നുള്ളത്. ഇടത്തരക്കാരുടെ ഇടയിലാണ് പ്രചാരണം മുഴുവൻ, പലതും വെച്ച്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ കേരളമാണ്. അപ്പോൾ ഈ കിഫ്ബിയുടെ പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോഴാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ശുഭാപ്തിവിശ്വാസം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ LDF നല്ല വിജയം ഉണ്ടാവും. അപ്പോൾ എന്തായാലും കിഫ്ബി പറഞ്ഞ സ്ഥിതിക്ക് കിഫ്ബിയുടെ പേരിൽ ഒരു ED നോട്ടീസൊക്കെ വന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും. അതെങ്ങനെയാണ്? അതെന്തെങ്കിലും പ്രതിഫലിച്ചോ? അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, 2 കൈയും പൊക്കി കുറ്റം സമ്മതിക്കുന്നത്. കുറ്റമല്ല, ED പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തർക്കമില്ലല്ലോ. പക്ഷെ എന്താ കുറ്റം, തെറ്റെന്താന്ന് ചെയ്യാൻ അവകാശമുണ്ട്, നിയമം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ് ചലഞ്ച് ചെയ്യുന്ന പറഞ്ഞ മുഖ്യമന്ത്രി, അതിൻ്റെ രീതികളൊക്കെ വക്കീലന്മാർ തീരുമാനിക്കട്ടെ. പക്ഷെ വഴങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളിതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് ഈ ഘട്ടത്തിൽ കിടക്കുന്നില്ല. ED പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ല, കുറ്റം എന്താ അത് ED പറയണമല്ലോ. കറക്റ്റ്. അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായി തന്നെയാണോ പാർട്ടി കാണുന്നത്? അതെ 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 അതെ. ഇതിലുണ്ടാകുന്ന വിജയം അടുത്ത 3-ാം വട്ടം ഭരണത്തിൻ്റെ ചവിട്ടുപടിയായിരിക്കും. തീർച്ചയായും തോമസ് ഐസക്കാണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേർന്നത്. ഏതായാലും ഇതൊരു സെമി ഫൈനലായി തന്നെയാണ് പാർട്ടി കാണുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ED നോട്ടീസ് പോലെയുള്ള വിഷയങ്ങൾ അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമേ ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ്. LDF മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടങ്ങളിലും സ്ഥാനം ഉറപ്പിക്കും എന്നുകൂടിയാണ് അദ്ദേഹം കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്.